നമ്മൾ പൊതുവേ ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികളെ പറ്റി പറയാറുണ്ട്, അല്ല അവരുടെ രക്ഷിതാക്കളെയും കുറ്റപ്പെടുത്തി പറയാറുണ്ട്. അവർ മണ്ണിലേക്ക് ഇറക്കി വിടുന്നില്ല, ഷൂവും സോക്സും ഒക്കെ ആയിട്ട് ടൈയൊക്കെ ഇട്ടിച്ച് അവർ നിലം തൊടുന്നില്ല. വീട്ടിൽ നിന്ന് വണ്ടിയിലേക്ക് കയറുന്നു, വണ്ടിയിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് നിലം തൊടാതെ അകത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ. അതൊക്കെ ദോഷമാണ് എന്ന രീതിയിൽ പറയാറുണ്ട്. നമുക്കതൊക്കെ ഒരു പുച്ഛമായി തോന്നില്ല. പഴയ തലമുറയുടെ ചില വർത്തമാനങ്ങളൊക്കെയാണല്ലോ അത്, എന്തിനേയും എതിർക്കാനുള്ളല്ലേ. ഈ കാര്യം സത്യമാണ് എന്ന് നമ്മളൊന്നുമല്ല, നമ്മളെക്കാളും ഉയർത്തുന്ന ഒരാൾ ഇത് പറഞ്ഞിട്ടുണ്ട്. ഉയർത്തുന്ന ഒരാൾ പറയുമ്പോൾ നമുക്ക് വിശ്വാസമാവും. എന്താ സംഭവം? നമുക്ക് വൃത്തി ഇത്തിരി കൂടുതലാണ് ഇപ്പോൾ. പഴയ ആൾക്കാർ പറഞ്ഞിങ്ങനെ, പണ്ടത്തെ കുട്ടികൾ മണ്ണിലും ചെളിയിലൊക്കെ നടന്ന് മഴയും കൊണ്ട് നടന്ന് പോയിട്ട് കളിച്ചും ഒക്കെ ആയിട്ട് അവർക്ക് നല്ല പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നു എന്നാണ് പറയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലാത്തതിന് കാരണമായിട്ട് പറയുന്നത് ഈ രക്ഷിതാക്കളുടെ അമിതമായ ആകാംക്ഷയും അമിതമായ സംരക്ഷണവും ഒക്കെ എന്നാണ്. എന്നാൽ ബഹിരാകാശ നിലയത്തിൽ ഇതേ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. മണ്ണിലെയും വെള്ളത്തിലെയും ഈ സൂക്ഷ്മാണുക്കളുടെ കുറവ് കാരണം അവിടെ ഇടപെടുന്ന ആൾക്കാർക്ക് പല പല അസുഖങ്ങളുണ്ടാവും, പ്രതിരോധശേഷി കുറയുന്നു എന്നൊക്കെയാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ട വാർത്തയാണ്, ഞാൻ അതേപടി വായിക്കാം. വൃത്തി ഇത്തിരി കൂടിപ്പോയി. വൃത്തി കൂടിയാൽ പ്രശ്നമുണ്ടോ? ഉണ്ടെന്നാണ് പുതിയ പഠനം പറയുന്നത്. വൃത്തി കൂടിയ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമത്രേ. ഏതാണ് ഇത്ര വൃത്തിയുള്ള സ്ഥലമെന്നാണോ ചോദ്യം? വേറെ എവിടെയുമല്ല, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ബഹിരാകാശ നിലയത്തിലെ വ്യത്യസ്ത ഉപരിതലങ്ങളിൽ നിന്ന് ശേഖരിച്ച 803 സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് വൃത്തി കൂടിയതിൻ്റെ പ്രശ്നം പുറത്തറിയുന്നത്. ഭൂമിയിലെ വെള്ളത്തിലും മണ്ണിലും കാണുന്ന സ്വതന്ത്ര സൂക്ഷ്മാണുക്കൾ നിലയത്തിലില്ല. നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ആരോഗ്യത്തോടെ നിലനിർത്താൻ ഇത്തരം സൂക്ഷ്മജീവികൾ ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് മണ്ണും ചെളിയും അങ്ങോട്ട് കൊണ്ടുപോകാമെന്നാണോ? അത് നടപ്പുള്ള കാര്യമല്ല. എവിടെയാണ്? ബഹിരാകാശത്തെത്തണം. ബഹിരാകാശ നിലയത്തിൽ അതിനു വേണ്ടി കൃത്രിമമായ സംവിധാനം ഉണ്ടാക്കുകയാണ്. ഇവയുടെ അസാന്നിധ്യമാകണം ബഹിരാകാശ യാത്രികരിൽ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാക്കാൻ കാരണമെന്നും പഠനം പറയുന്നു. ഇത് പ്രതിവിധി എന്തായിരിക്കും? ബഹിരാകാശ നിലയം അല്പം വൃത്തികേടാക്കിയാൽ മതി. അതായത് ഇത്തരം സൂക്ഷ്മാണുക്കൾ അടങ്ങുന്ന അന്തരീക്ഷം കൃത്രിമമായി സൃഷ്ടിക്കുക. ഇത് സെൽ എന്നൊരു ജേണലിൽ വന്ന പഠനത്തെ ആസ്പദമാക്കിയുള്ള ഒരു മാതൃഭൂമിയുടെ വാർത്തയാണ്. ഒരു കൗതുക വാർത്ത എന്ന നിലയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം മുകളിൽ ഒരാൾ പറയുമ്പോൾ നമുക്ക് എന്തായാലും വിശ്വസിക്കാൻ പറ്റുള്ളൂ. ബഹിരാകാശ നിലയത്തിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ആരോഗ്യ പ്രശ്നത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, അവിടെ തിരിച്ചു വരാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്, അതിന് താമസം നേരിട്ടിട്ടുണ്ട്, അല്ലേ?